ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് ആരാ നിൽക്കുന്നതെന്ന് നമുക്ക് ഒരു ചെറിയൊരു വിൻഡോ പോലെ അല്ലേ. 13 ലോക്കിംഗ് സിസ്റ്റം ആണ് വരുന്നത്. പിന്നെ GL ഡോറിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ഓപ്പോസിറ്റ് സൈഡ് ഫ്രെയിമിനുള്ളിൽ കൂടെ 180 ഡിഗ്രി ഫ്രെയിമിലൂടെ ലോക്ക് ആവുന്ന അതിനുള്ളിൽ കൂടെ കയറി ലോക്ക് ഉണ്ട്. നമ്പർ ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. ബ്ലൂടൂത്ത് ത്രൂ വൈഫൈ ത്രൂ കണക്ട് ചെയ്യാം. നമുക്ക് RFID കാർഡ് ഉണ്ട്. ഇത് പോരാഞ്ഞിട്ട് നമുക്ക് ലോക്ക് ആൻഡ് കീ ഇല്ലേ, അതുപോലെ തന്നെ നമസ്കാരം. ഒരു വീട് വെക്കാൻ പോകുന്നവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിന്റെ ഡോർസും വിൻഡോസും, അതായത് ജോയിനറി ഐറ്റംസ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെറ്റീരിയലാണ് സ്റ്റീൽ കൊണ്ട് ഇപ്പോൾ ഒരുപാട് ഡോർസും വിൻഡോസും ഒക്കെ പണിയാറുണ്ട്. ഇപ്പോൾ കേരളത്തിൽ സ്റ്റീൽ ഡോറുകൾ സപ്ലൈ ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രാൻഡ് തന്നെയാണ് ഐലീഫിന്റെ എറണാകുളത്തുള്ള ഷോറൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അവരുടെ ബ്രാൻഡിനെയും മെറ്റീരിയൽസിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനായിട്ട് നമ്മോടൊപ്പം അവരുടെ സ്റ്റാഫ് ഉണ്ട്. പേരെങ്ങനെയായിരുന്നു? അപർണ. നമസ്കാരം. ഇപ്പോൾ സ്റ്റീൽ ഡോർ വിൻഡോസ് തിരഞ്ഞെടുക്കുന്നവർക്ക് എന്തുകൊണ്ട് ഈ ഐലീഫിന്റെ മെറ്റീരിയൽ തിരഞ്ഞെടുക്കണം? എന്താണ് നിങ്ങളുടെ ഒരു പ്രത്യേകത? ഐലീഫ് എന്ന് പറയുന്ന കമ്പനി, സ്റ്റീൽ ഡോർ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് 2005-ലാണ്. 18 to 19 ഇയേഴ്സ് ആയിട്ടുള്ള നമ്മളുടെ ആ ക്രെഡിബിലിറ്റി ആണ് നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. നമ്മളുടെ കൂടെ തന്നെയും അല്ലെങ്കിൽ അതിന് ശേഷവും സ്റ്റാർട്ട് ചെയ്ത ഒരുപാട് സ്റ്റീൽ ഡോർ കമ്പനീസ് ഉണ്ട്. അവർ സർവൈവ് ചെയ്യാതെ പോവുകയാണ് ചെയ്തത്. ലൈക്ക് അപ്പൊ നമ്മള് ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിന്നത് നമ്മൾ ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ സെർവ് ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മൾ അതിന്റെ സർവീസും കറക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. നിങ്ങൾക്ക് ഇപ്പം എറണാകുളത്ത് ആണോ ഷോറൂം, അതോ വേറെ കേരളത്തിൽ എവിടെയൊക്കെയാണ്? നമുക്ക് ഓൾ കേരള ഉണ്ട്. സൗത്ത് ഇന്ത്യ മുഴുവൻ നമുക്ക് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. എറണാകുളത്ത് നമുക്ക് മാമംഗലത്താണ് ഷോറൂം. ഓക്കെ. ഇപ്പൊ അതുപോലെ ഇപ്പൊ സ്റ്റീൽ ഡോറിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ രീതിയിലുള്ള സ്റ്റീൽ ഡോറുകളാണ് സപ്ലൈ ചെയ്യുന്നത്? നമുക്കിപ്പം സ്റ്റീൽ ഡോറിന്റെ കാറ്റഗറിയിൽ വരുന്ന 3 എണ്ണമാണ്. ഏറ്റവും ഹൈ ക്വാളിറ്റി ആയിട്ട് ഇപ്പം വില്ല ഡോറുകൾ വരുന്നുണ്ട്, പ്രീമിയം ക്വാളിറ്റിയിലുള്ള. അതിനുശേഷം വരുന്ന GL ആണ്. GL എന്ന് പറഞ്ഞാൽ എന്താണ് മെറ്റീരിയൽ? GL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ സ്റ്റീൽ ഷീറ്റില് സിങ്ക് പ്ലസ് അലൂമിനിയം ഗാൽവനൈസേഷൻ കോട്ടിംഗ് വരുന്നതാണ് GL എന്ന് പറയുന്നത്. നെക്സ്റ്റ് കാറ്റഗറി GI ആണ്. അതിൽ സിങ്ക് മാത്രമായിട്ടുള്ള കോട്ടിംഗ് ആണ് വരുന്നത്. ഇത് കൂടാണ്ട് നമുക്ക് സ്റ്റീൽ വിൻഡോസ് ഉണ്ട്. സ്റ്റീൽ വിൻഡോസ് നമ്മൾ 2 ഗേജ്, അതായത് 18 ഗേജിലും 16 ഗേജിലും ചെയ്യുന്നുണ്ട്. പിന്നെ ബാത്റൂമിന് വേണ്ട ഫൈബർ ഡോറുകൾ ഉണ്ട്, WPC ഡോർ ഉണ്ട്. ഇതൊക്കെയാണ് ഇപ്പോ നമുക്ക് ഇതിനകത്ത് ഈ GIയും GLും എന്തൊക്കെയാണ്, അത് ആ വരുന്ന ഡോറുകളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ഒന്ന് കാണിച്ചു നോക്കാം. GL ഷീറ്റ് ചെയ്തിരിക്കുന്ന ഡോറാണ് ഇതല്ലേ? അപ്പൊ ഇതിന്റെ പ്രത്യേകത എങ്ങനെയാ? ഇത് GLന്റെ തന്നെ SG121 എന്ന് പറയുന്ന ഒരു ന്യൂലി ലോഞ്ച്ഡ് മോഡലാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ തിക്നെസ് ആണ്. ഷീറ്റിന്റെ തിക്നെസ്. നോർമൽ ഇപ്പൊ ഈ ഡോർ വരുന്നത് GL ഷീറ്റുകളെല്ലാം നമ്മുടെ 2mm ഷീറ്റ് യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഒരു ഡോർ തിക്നെസ്, ഷീറ്റിന്റെ തിക്നെസ് നമ്മൾ 2mm പറഞ്ഞത്. ഡോറിന്റെ തിക്നെസ് എന്ന് പറയുന്നത് നോർമൽ GL ഡോറുകളിൽ 88 വരുന്നിടത്ത് 88mm വരുന്നിടത്ത് ഇതിൽ 100mm ആണ് വരുന്നത്. 10 സെന്റിമീറ്റർ ആണ് ഈ ഡോറിന്റെ തിക്നെസ് പറയുന്നത്. ഷീറ്റിന്റെ തിക്നെസ് 2mm അല്ലേ? 2mm ആണ്. ഇതിൽ നമുക്ക് ഷീറ്റിന്റെ തിക്നെസ് അറിയാൻ പറ്റില്ല, ഇത് ബെൻഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പൊ ഈ GL വരുന്നിടത്തെല്ലാം ഈ ഒരു ക്വാളിറ്റിയിലായിരിക്കും ചെയ്യുന്നത്. വരുന്നിടത്തെല്ലാം ഈ ഒരു ക്വാളിറ്റിയിലായിരിക്കും വരുന്നത്. 2mm ഷീറ്റ് ആണ് നമ്മളുടെ GL ഡോറുകളെല്ലാം ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഈ ലോക്ക് ഇത് സ്മാർട്ട് ലോക്ക് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പം ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് വന്നിരിക്കുന്നതാണ്. നോർമൽ ഹാൻഡിൽസ് ആണ് വരാറ്. ഇഫ് കസ്റ്റമർ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സ്മാർട്ട് ലോക്ക് ചെയ്തു കൊടുക്കാം. നമ്മളുടെ തന്നെ ഓൺ പ്രോഡക്റ്റ് ആണ്. ഇപ്പം സ്മാർട്ട് ലോക്കിൽ വരുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഫിംഗർ പ്രിന്റ് ഉണ്ട്, നമ്പർ ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്, ബ്ലൂടൂത്ത് ത്രൂ വൈഫൈ ത്രൂ കണക്ട് ചെയ്യാം. നമുക്ക് RFID കാർഡ് ഉണ്ട്. ഇത് പോരാഞ്ഞിട്ട് നമുക്ക് ലോക്ക് ആൻഡ് കീ ഇല്ലേ, അതുപോലെ തന്നെ അങ്ങനെ വേണേലും ഓപ്പറേറ്റ് ചെയ്യാം. പിന്നെ ഫേസ് ഡിറ്റക്ഷൻ കൂടി ഉണ്ട് ഇതിന്റെ അകത്ത്. ഇതിലുണ്ടല്ലേ? ഫേസ് ഡിറ്റക്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഇതിന്റെ സ്മാർട്ട് ലോക്ക് വരുന്നത് എക്സ്ട്രാ ഒരു അഡീഷണൽ ആയിട്ടാണ് വരുന്നത്. കസ്റ്റമർ ഡിമാൻഡ് ചെയ്യാണ്. ഇതിന് നോർമൽ ഹാൻഡിൽ ആണ് വരുന്നത്. കസ്റ്റമർ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് സ്മാർട്ട് ലോക്ക് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ വേണം ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു GLൽ വരുന്ന ഒരു ഡോറിന് എങ്ങനെയാ വില, എങ്ങനെയാ ഏകദേശം ഒരു സ്റ്റാൻഡേർഡ്? നമുക്ക് GLന്റെ ഡോറുകൾ വരുന്നത് എല്ലാം ഒരു 60,000 പ്ലസ് ആയിട്ടാണ് വരുന്നത്. അത് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കസ്റ്റമേഴ്സ് കേൾക്കുമ്പോൾ റേറ്റ് കൂടുതലാണല്ലോ എന്നുള്ളൊരു ചോദ്യം വരും. GL ഡോറിന്റെ ക്വാളിറ്റി തന്നെയാണ് ആ റേറ്റിനും കാരണമായിട്ട് വരുന്നത്. ഇതിപ്പോ എന്ത് സൈസിലാ? 120 ആണോ? ഇത് 120ലാണ് ഡോർ വരുന്നത്. 120 അപ്പൊ നോർമലി ഡോർ വരുന്നത് SM ആയിട്ടായിരിക്കും. ഒരു വലിയ ഡോറും ഉണ്ടാകും, ഒരു ചെറിയ ഡോറും ഉണ്ടാകും. ഇതിന്റെ തന്നെ പല ഡിസൈനിൽ നമുക്ക് ചെയ്യാമല്ലോ അല്ലേ? ഓപ്പണിംഗ് ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ കളർ വേണമെങ്കിലും മാറ്റി എടുക്കരുതോ? ഈ ഒരു കളറിലേ ഉള്ളോ?
അല്ല, കളർ ഇപ്പൊ വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കളേഴ്സ് ഉണ്ട്, ആ കളറിലേക്ക് നമുക്ക് കസ്റ്റമൈസ് മാറ്റിയെടുക്കാം. ഇത് വേറൊരു മോഡൽ ഡോർ ആണ് അല്ലേ? ഇതിന്റെ പ്രത്യേകത എന്താ? ജിഎലിന്റെ തന്നെ ഡോർ ആണ്. JP02 എന്നാണ് ഈ ഡോറിന്റെ മോഡൽ നെയിം. ഇത് അതുപോലെ തന്നെ 88 mm ആണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. 2 mm ഷീറ്റ് തിക്നെസ്സിൽ തന്നെ നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു ഡോർ ആണ്. ഇതിന് സ്മാർട്ട് ലോക്ക് തന്നെ കൊടുത്തിരിക്കുന്നത്. ഇതിന് സ്മാർട്ട് ലോക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നോർമൽ ഹാൻഡിൽസ് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. നമ്മളിപ്പോ സ്മാർട്ട് ലോക്ക് ഡിസ്പ്ലേക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ. ഇപ്പൊ നമുക്ക് ഇതും 2 mm തിക്നെസ്സിലുള്ള ഷീറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഡോർ തിക്നെസ് വരുന്നത് 88 mm ആണ്. 8 mm ആണ്. ഓക്കേ. ഈ ജിഎൽ ഡോറിലൊക്കെ എല്ലാത്തിലും 13 ലോക്കിംഗ് സിസ്റ്റം ആണ് വരുന്നത്. 13 ലോക്കിംഗ് സിസ്റ്റം ആണ് വരുന്നത്. പിന്നെ ജിഎൽ ഡോറിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് നമ്മളുടെ ഈ ഓപ്പോസിറ്റ് സൈഡ് ഫ്രെയിമിനുള്ളിൽ കൂടെ 180 ഡിഗ്രി ഫ്രെയിമിലൂടെ ലോക്ക് ആവുന്ന. അതിനകത്തൂടെ കേറി അതിനുള്ളിൽ കൂടെ കയറി ലോക്ക് ആവും. അങ്ങനെ ഒരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട് അല്ലേ? കേറി അകത്തൂടെ കേറി ഇത് ലോക്ക് ആവും അല്ലേ? ലോക്കിംഗ് 13 ലോക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ 3 എണ്ണം വരുന്നുണ്ട്. ഇവിടെ 3 എണ്ണം, ഇവിടെ 3 എണ്ണം. ഇത് കൂടാതെ ഫ്രെയിമിലേക്ക് കയറുന്ന ഈ മുകളിലും താഴെയുമായിട്ട് ഓരോ ലോക്കുകളും കൂടെ വരും. അങ്ങനെ ലോക്ക് ആവുന്നുണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് സേഫ്റ്റിയുടെ കാര്യത്തില് പക്കയാണ്. ഓക്കെ ഓക്കെ. ഇത് വേറൊരു ടൈപ്പ് ആണ് അല്ലേ? നമ്മുടെ ഒരു ജിഎൽ ഡോർ ആണ്. GL18 എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. ഇത് നമ്മുടെ ഒരു ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഈ ഡോറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളില് മെഷ് ആണ്. ഉള്ളില് ഡോർ ഇൻ ഡോർ മോഡൽ എന്നാണ് നമ്മൾ പറയുന്നത്. ഉള്ളിൽ ഒരു ചെറിയ ഡോർ ഉണ്ട്, കിളിവാതിൽ പോലെ. പോർഷനില് അതിന്റെ പുറകിലായിട്ട് സ്റ്റീലിന്റെ ഒരു ഷീറ്റ് ഡോറുമായിട്ട് അറ്റാച്ച് ചെയ്ത് വരുന്നുണ്ട്. ആ ഡോർ നമുക്ക് സിംഗിൾ ഡോർ ഉള്ളിൽ നിന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് ആരാ നിൽക്കുന്നതെന്ന് നമുക്ക് ഒരു ചെറിയൊരു വിൻഡോ പോലെ അല്ലേ? അങ്ങനെ നോക്കാം, അകത്തൂടെ കാണാൻ പറ്റും നമുക്ക്. ഇതും ആ 2 mm തിക്നെസ് ഷീറ്റ് തന്നെയാണ്. സെയിം തന്നെയാണ്. 80 mm തിക്നെസ് ആണ്. ഇതെല്ലാം ആ ഒരു റേഞ്ചിൽ തന്നെ വരുന്ന മോഡൽ തന്നെയാണോ? ആദ്യം പറഞ്ഞ ഒരു മോഡൽ തന്നെ വരുന്നതാണ്. ജിഎൽ എല്ലാം ആ ഒരു പ്രീമിയം റേഞ്ചിൽ തന്നെയാണ് വരുന്നത്. അതിന്റെ ക്വാളിറ്റി ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു റേഞ്ചിൽ വരുന്നത്. ഓക്കെ. ഇനി നമ്മൾ GI ഡോറിന്റെ സെക്ഷനിലേക്കാണ് വന്നിരിക്കുന്നത് അല്ലേ? ഓക്കെ. ഇതിന്റെ പ്രത്യേകത എന്താ? ഈ ഒരു ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും നമ്മളുടെ GI ഡോറുകളിൽ ഭയങ്കരമായിട്ട് ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഒരു ഡോറാണ്. ഈ ഡോറിന്റെ പേര് PADW എന്നാണ്. വൺ സൈഡ് ഗ്ലാസും ഉള്ളില് വിൻഡോയും വന്നിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഡോർ ആണ്. ഇത് ഇപ്പം GIയിൽ നമുക്ക് ഒരു പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 19,800 തൊട്ട് മുകളിലേക്ക് GIയിൽ ഡോറുകൾ അവൈലബിൾ ആണ്. ഫ്രെയിമും ഷട്ടറും ഉൾപ്പെടെ ഫ്രെയിമും ഡോറും ഉൾപ്പെടെയുള്ള റേറ്റ് ആണ് പറയുന്നത്. പിന്നെ ഈ ലീഫില് ഈ ഒരു പർട്ടിക്കുലർ ഡോറിന്റെ ഫ്രെയിമിൽ മാത്രമാണ് ഈ ലീഫ് ഫിറ്റ് ആവുള്ളൂ. ചില കസ്റ്റമേഴ്സ് നമ്മളെ വിളിക്കാറുണ്ട്, വേറെ ഒരു സ്റ്റീൽ ഫ്രെയിം വെച്ചിട്ട് അതിൽ നമ്മുടെ ഡോർ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ലോക്കിംഗ് സിസ്റ്റം അങ്ങനെ പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണ്? GI വരുമ്പോൾ ഇതിന്റെ ഷീറ്റും ഇതിന്റെ തിക്നെസ്സും ഈ ഇതിന്റെയും ഷീറ്റ് തിക്നെസ് വരുന്നത് 2 mm തന്നെയാണ്. GI എന്ന് പറയുമ്പോൾ സിങ്ക് മാത്രം ഗാൽവനൈസ്ഡ് ആയിട്ട് വരുന്നതാണ്. അതില് 2 mm ഷീറ്റില് പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. 67 mm ആണ് ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. 67 mm ആണ്. പിന്നെ ഇതില് 220 ഫ്രെയിം ആണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ മതിലിന്റെ മേളിലേക്ക് ഒരു ഓവർലാപ്പ് ഉണ്ടാവും. വലിയ ഫ്രെയിം വലിയ ഫ്രെയിം ആയിട്ടാണ് ഈ ഡോർ വന്നിരിക്കുന്നത്. ഓക്കെ ഓക്കെ. മറ്റേ GL ആവുമ്പം അലൂമിനിയം കൂടെ കോട്ടിംഗ് ഉണ്ട്. ഇതില് സിങ്ക് മാത്രമാണ് കോട്ടിംഗ് ആണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രൈസ് റേഞ്ച് വ്യത്യാസം ഉണ്ടാവും. നമുക്ക് GIയിൽ ഒരു 19,800 തൊട്ടിട്ട് നമ്മുടെ ഡോറുകളുടെ വില സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. ഇതിൽ നമുക്ക് ഈ ഒരു കളർ പാറ്റേൺ അല്ലാതെ വേറെ മോഡലുകൾ ഉണ്ടല്ലോ അല്ലേ? വേറെയുണ്ട്. കളർ പാറ്റേൺ മാത്രമല്ല, ഇപ്പൊ ഇതിന്റെ സിംഗിൾ ഡോർ വേണമെങ്കിൽ നമ്മളുടെ അവൈലബിൾ ആണ്. ഇപ്പൊ ഒരു സൈഡ് വിൻഡോ വേണ്ട, ഈ ഇങ്ങനത്തെ തന്നെ മെറ്റീരിയൽ സ്റ്റീലിന്റെ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ അവൈലബിൾ ആണ്. ഇതും GIയുടെ തന്നെ വേറൊരു മോഡൽ അല്ലേ? 47 ആണ് ഡോറിന്റെ മോഡൽ. ഇത് ഈക്വൽ ഓപ്പണിംഗ് ആയിട്ട് വരുന്ന ഒരു ഡോറാണ്. അതായത് ചെറിയ വീതിയിൽ തന്നെ ഈക്വൽ ഓപ്പണിംഗ് ആയിട്ട് വരുന്ന ഒരു ഡോറാണ്. ഇത് നോർമൽ 67 mm ലാണ് നമ്മുടെ ഡോർ വരുന്നത്. 67 mm ആണ് വരുന്നത്. 9 ലോക്കിംഗ് സിസ്റ്റം ആണ് ഇതിൽ വരുന്നത്. ഓക്കെ. ഇതും പല കളറിൽ വേണേലും ഈ ഒരു പാറ്റേണിൽ വേണേലും എടുക്കാവോ? പല കളറിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട്. ഇപ്പൊ തേക്കാണ് അല്ലെങ്കിൽ ഈട്ടിയാണ് എന്നുണ്ടെങ്കിൽ ആ കളറില് നമുക്ക് ചെയ്തെടുക്കാം. നിങ്ങളുടെ ഒരു ബ്രോഷറിനകത്ത് ഒരു മോഡൽസ് കാണും, ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ വരുന്നത് ഇതിന്റെ തന്നെ പല ഡയമെൻഷനിലുള്ള ഡോറുകളും അവൈലബിൾ ആണ്. ഓക്കെ. ഇതും GI തന്നെയുള്ള വേറൊരു മോഡലാണ് അല്ലേ? GI
തന്നെയാണ്. ഇതിപ്പോ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നതാണ്. ഇതിപ്പോ ഒരു കണ്ടംപററി പാറ്റേണിൽ വരുന്നത്, അതായത് നോർമൽ ഒരു തേക്ക് ഈട്ടി മരത്തിന്റെ ഷെയ്ഡുകളിലൊന്നും ഡോർ വേണ്ട എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇതിന്റെ ഹാൻഡിൽസും ലോങ് ഹാൻഡിലും ഒരു നോബ് ഹാൻഡിലും നമുക്ക് അവൈലബിൾ ആണ്. ഇതും സൈസ് 120. ഇത് സൈസ് വരുന്നത് 108 വരുന്നത്. പക്ഷേ ഇത് സൈസിലാണെങ്കിൽ നമ്മുടെ അവൈലബിൾ സൈസസ് 100, 108, 120 അതിലൊക്കെ അവൈലബിൾ ആണ്. ഈ ഡോർ തിക്നെസ് സെയിം തന്നെയാണ്, 67 ഇതിപ്പോ നമുക്ക് വരുന്നത് GI തന്നെ ബെഡ്റൂം ഡോർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപ്പടി ഇല്ലാത്ത ഡോറുകളാണ്. ഇതും ഇപ്പം ലോ കോസ്റ്റ് ആയിട്ട്, അതായത് ഒരു ബിലോ 25,000 വരുന്ന ഡോറുകളാണ്. അപ്പൊ ഒരു 90 സൈസ് ആയിരിക്കും അല്ലേ ബെഡ്റൂം? ഇത് 90 സൈസിലാണ് വരുന്നത്, അടിപ്പടി ഇല്ലാത്തത്. ഇവിടെ ഇരിക്കുന്ന ഇതൊക്കെ ബെഡ്റൂം ഡോറുകളായിരിക്കും അല്ലേ? ഇത് ബെഡ്റൂം ഡോർ ആയിട്ട് യൂസ് ചെയ്യാം. ഇതിപ്പോ അടിപ്പടി ഉള്ള ഡോറാണ്. ബെഡ്റൂം ഡോർ ആയിട്ട് നമ്മളുടെ കയ്യിലുണ്ട്. ഇതിപ്പോ ബാക്ക് ഡോർ ആയിട്ടോ ഫ്രണ്ട് ഡോർ ആയിട്ടോ കസ്റ്റമേഴ്സിന് ഇഷ്ടമാണ് എങ്ങനെ ചെയ്യണമെന്നുള്ളത്. അപ്പൊ ഇതിന്റെ തന്നെ പല പാറ്റേണിലുണ്ടല്ലോ ബെഡ്റൂംസിന്റെ അല്ലേ? നമുക്ക് അടിപ്പടി ഉള്ളതും ഇല്ലാത്തതും എല്ലാം കൊടുക്കാൻ പറ്റും. ഇതിന്റെ തന്നെ ഈക്വൽ ഓപ്പണിംഗ് ഡോർ ഉണ്ട് നമുക്ക്. അത് വേണമെങ്കിൽ ഫ്രണ്ട് ഡോർ ആയിട്ട് ചൂസ് ചെയ്യാം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ GI ഡോറിന്റെ ഒരു വേരിയന്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കസ്റ്റമേഴ്സ് ഒരു നോർമൽ മരത്തിന്റെ കളറിൽ നിന്ന് മാറിയിട്ട് വരുന്ന ഒരു ഡോറാണ്. ഈ ഡോർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ 50 mm ആണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. 1.5 mm ഷീറ്റ് ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് റേഞ്ച് താഴത്തേക്ക് കുറയുകയാണ്. പിന്നെ ഈ ഒരു സൈഡിലെല്ലാം GIയുടെ ഡോറുകളാണ്. ഇതും വേറൊരു പാറ്റേൺ ആണ്. വേറൊരു പാറ്റേൺ ആണ്. പിന്നെ ഈ ഒരു ഡോറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോർ നമുക്ക് 67 mm തിക്നെസ്സിലും 50 mm തിക്നെസ്സിലും വരുന്നുണ്ട്. രണ്ട് റേഞ്ച് പ്രൈസ് രീതിയിലും നമുക്ക് ഈ ഡോർ അവൈലബിൾ ആണ്. ഇത് നമുക്ക് ബെഡ്റൂമിന് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് നിങ്ങളുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് അല്ലേ? ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് നമ്മളുടെ പ്രീമിയം സീരീസ് ആയിട്ടുള്ള വില്ല ഡോറുകളാണ്. ഈ ഡോറിനെ നമ്മൾ എടുത്ു പറയുന്നത് ഇതിന്റെ ക്വാളിറ്റി തന്നെയാണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി. ഇപ്പൊ ഈ ഡോറിന് വരുന്ന ലെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് 8 mm കാസ്റ്റഡ് അലൂമിനിയം ആണ് ഇതിന്റെ ലെയർ ആയിട്ട് വരുന്നത്. 8 mm തിക്നെസ് ആണ് വരുന്നത്. സെക്കൻഡ് ലെയർ വരുന്ന 1 mm GL ഷീറ്റ്. അതിന്റെ പുറകിലായിട്ട് ഫയർ പ്രൂഫ് ബ്ലോക്സ് വരുന്നുണ്ട്. വീണ്ടും 1 mm ഒരു GL ഷീറ്റും കാർബണേറ്റഡ് വുഡും ആണ് പിന്നെ ഇതിൽ സ്മാർട്ട് ലോക്ക് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നതാണോ? അതെ, ഇതിൽ സ്മാർട്ട് ലോക്ക് ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മള്. ഇതിന്റെ സൈസ് നമുക്ക് എങ്ങനെ, എത്ര വലിയ സൈസ് ആണോ ഡോറുകൾ വരുന്നത്? 120 സൈസ് എന്ന് പറയുന്നത് ഇതിപ്പം 235 ഹൈറ്റിലുള്ള ഒരു ഡോറാണ്. നമുക്കതിപ്പോ 205 അല്ലെ 200 അതെങ്ങനെയാണ് കസ്റ്റമർ പ്രിഫറൻസ് എന്ന് വെച്ചിട്ട് അതിനനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് എന്താ, എങ്ങനെയായിരിക്കും വരുന്നത്? നമുക്ക് വില്ല ഡോർസ് എല്ലാം പ്രീമിയം ബ്രാൻഡ് ആയതുകൊണ്ട് ഒരു 2 lakhs പ്ലസ് ആയിട്ടാണ് നമ്മളുടെ റേഞ്ച് വരുന്നത്. ഈ മോഡൽ അല്ലാതെ പല മോഡലുകളും ഉണ്ടോ? വേറെ മോഡൽസ് ഉണ്ട്, നമുക്ക് അവിടെ കാണാം. ഇതിപ്പോ നമ്മൾ വെച്ചിരിക്കുന്നത് ആ ഒരു ഷീറ്റിന്റെ തിക്നെസ് അറിയാൻ വേണ്ടിയിട്ടാണ്. കാസ്റ്റഡ് അലൂമിനിയം എത്ര 8 mm ആണ് കാസ്റ്റഡ് അലൂമിനിയം വരുന്നത്. ആ ഷീറ്റിന്റെ തിക്നെസ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഈ ഒരു ഷീറ്റ് കഴിഞ്ഞിട്ട് അതിനകത്ത് GLന്റെ അല്ല, അതിന് ശേഷം 1 mm GL ഷീറ്റ്, അതിനുശേഷം ഫയർ പ്രൂഫ് ബ്ലോക്സ്, വീണ്ടും 1 mm GL ഷീറ്റിന് ശേഷം കാർബണേറ്റഡ്. അത്രയും സേഫ്റ്റിയിലാണ് ഇത് ചെയ്യുന്നത്. അതനുസരിച്ചുള്ള ലോക്കിംഗ് സിസ്റ്റം ആണ്. അതുപോലെ വേറൊരു മോഡലാണ് ഇത് വരുന്നത്. ഇതും അതുപോലെ സ്മാർട്ട് ലോക്കും കാര്യങ്ങളൊക്കെയാണ് ഇത് വന്നേക്കുന്നത് അല്ലേ? ഇനി ഇതിന്റെ തന്നെ ഒരു കുറഞ്ഞ വേർഷൻ ആണ് ഇപ്പൊ ഈ ഡോർ വരുന്നത്. ഈ ഡോറിൽ വെച്ച് കഴിഞ്ഞാൽ 3 mm ഷീറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. 3 mm. ഇതും സെയിം മെറ്റീരിയൽ തന്നെ അല്ലേ? ഇല്ല, എന്റെ കൈ വർക്ക് ചെയ്യില്ല. ഇതും സെയിം സിസ്റ്റം തന്നെയാണ് അല്ലേ? സിസ്റ്റം തന്നെയാണ്. ഇതിൽ പക്ഷെ ഫസ്റ്റ് ലെയർ വരുന്നത് 3 mm ഷീറ്റ് ആണ്. ബാക്കിയുള്ള വില്ല ഡോറിൽ കണ്ടത് 8 mm ഷീറ്റ് ആയിരുന്നു. ഇതിൽ 3 mm ഷീറ്റ് ആണ് വരുന്നത്. ഇത് മൊത്തം തിക്നെസ് എത്ര ഉണ്ട് ഡോറിന്റെ? 100 ആണ്. അവിടെ വലിയ ഡോറുകളും 100 തന്നെയാണ് വരുന്നത് അല്ലേ? അതുപോലെ തന്നെ ഇപ്പൊ ഒരാൾക്ക് ഈ സ്മാർട്ട് ലോക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിനകത്ത് ലോക്ക് അങ്ങനെ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. നമുക്ക് ഇത് കീ ലോക്കിന്റെ ആണ്. ഇത് തുറന്നെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അകത്ത് കീ ഇട്ടും ഇത് ഓപ്പറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെയാണ് നമ്മുടെ വില്ല ഡോറിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഹാർഡ്വെയർസിന്റെ കാര്യം. അതായത് ഇപ്പം ഹെവി വെയിറ്റ് ബെയറിംഗ് ഹിഞ്ചസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ലോക്കുകൾ വരുന്നത് എല്ലാം 1.5 lakh ടൈംസ് ടെസ്റ്റിംഗിന് ശേഷമാണ് നമ്മുടെ ലോക്കുകൾ എല്ലാം. അതായത് ഇഷ്യൂസ് ഒന്നും ഇല്ല, സാധനമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിപ്പോ സ്റ്റീൽ ഡോർ അല്ലാതെ വേറെ എന്തൊക്കെയുള്ള വിൻഡോസ് ആണ്. വിൻഡോസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 16 ഗേജിലും 18 ഗേജിലും 2 തിക്നെസ്സിലായിട്ട് നമ്മൾ വിൻഡോസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറുടെ റിക്വയർമെന്റിനനുസരിച്ച് നമ്മളിപ്പോ ഈ സ്ക്വയർ റോഡ്, അത് റൗണ്ട് പൈപ്പ്, SS ന്റെ GA യുടെ
നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അത് കസ്റ്റമർ റിക്വയർമെന്റ് ഈവൻ പട്ടയം കമ്പിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ, ചെക്ക് ഡിസൈൻ ആയിട്ടാണെങ്കിൽ അങ്ങനെ, ലൂവേഴ്സ് വേണമെങ്കിൽ അങ്ങനെ, കസ്റ്റമർ റിക്വയർമെന്റ് എന്താണെന്ന് വെച്ചാൽ വിൻഡോസും ചെയ്യുന്നുണ്ട്. പിന്നെ വിൻഡോസ് വരുന്നത് ഫ്രെയിമും ഷട്ടറും കൂടെയാണ്. നമ്മൾ പ്രൈമർ അടിച്ചിട്ടാണ് കസ്റ്റമേഴ്സിന് കൊടുക്കുക. കസ്റ്റമറിന്റെ ഇഷ്ടമുള്ള കളറിലെ പെയിന്റ് ചൂസ് ചെയ്യാം. ഗ്ലാസും കസ്റ്റമേഴ്സ് ആണ് ഇടുന്നത്. പിന്നെ വേറെ എന്തൊക്കെ ഐറ്റംസ് ആണ് നമുക്ക്? പിന്നെ നമുക്ക് വരുന്നത് ഫൈബർ ഡോറുകൾ വരുന്നുണ്ട്. ബാത്റൂമിന്റെ ഇതെല്ലാം ഫൈബർ ഡോർസ് ആണ് അല്ലേ? ഈ ഇരിക്കുന്നതെല്ലാം ഫൈബർ ഡോറുകളാണ്. അവരുടെ കസ്റ്റമൈസ് ഡോർ ചൂസ് ചെയ്യാൻ വരുന്നവര് തന്നെ അപ്പൊ തന്നെ ഓർഡർ ചെയ്താണ് പോകുന്നത്. ഫൈബറിന്റെ ഫൈബർ നമുക്ക് ഒരുപാട് മോഡൽസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പല കളറിലും നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് കളർ ചാർട്ട് ഉണ്ട്. അതിനനുസരിച്ച് ഈ കളറിനനുസരിച്ച് പല കളർ ഈ മോഡൽ തന്നെ സെലക്ട് ചെയ്യാം. അതിനനുസരിച്ച് കളർ മാറ്റം ചൂസ് ചെയ്യാം. ഇനിയിപ്പോ ഗ്ലാസ് ഉള്ള ഡോറുകളാണെങ്കിൽ നമുക്ക് ഗ്ലാസ് ഉള്ള ഡോറുകളും ഉണ്ട്. മിറർ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് മിററിന്റെ ഓപ്ഷനും ഉണ്ട്. അതൊക്കെ കസ്റ്റമൈസ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അല്ലേ? എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഈ ലോക്കിംഗ് സിസ്റ്റം ഒക്കെ എങ്ങനെ? നിങ്ങളുടെ ഒരു ഹാൻഡിൽസ് ആണ്. അതായത് ഇപ്പം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡോർ ചൂസ് ചെയ്തിട്ട് അവർക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഹാൻഡിലാണ് വേണം എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഹാൻഡിൽ നമ്മൾ ചെയ്തു കൊടുക്കും. ഇതെല്ലാം ഫൈബർ ഡോറിന്റെ ഹാൻഡിൽസ് ആണ്. നിങ്ങൾ അതിന്റെ ഒരു ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇനി അവസാനമായിട്ട് നിങ്ങളുടെ ഈ സർവീസിങ് കാര്യങ്ങളൊക്കെ എങ്ങനെ? ഇപ്പൊ നമ്മൾ സപ്ലൈസ് തന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോ എന്തെങ്കിലും ഇഷ്യൂസ് റേസ് ആവുകയാണെങ്കിൽ ഇവിടുത്തെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യാം. നമുക്ക് ആള് ചെന്ന് സർവീസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. മെയിൻ ആയിട്ട് ഇപ്പൊ ഒരു കസ്റ്റമറെ സംബന്ധിച്ച് ഇപ്പൊ ഒരു വീട് പണി തുടങ്ങുന്നവരൊക്കെ ആണെങ്കിൽ ഏത് സ്റ്റേജിലായിരിക്കും അതിന്റെ ഓർഡർ ചെയ്യേണ്ടത്? നമ്മൾ വീട് പണി തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യണോ അതോ? അല്ല, നമ്മളിപ്പം വീട് പണി തുടങ്ങുമ്പോൾ തന്നെ വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ കുറച്ചും കൂടെ ആയിട്ട് ഒരു 3/4 ഭാഗം തീർന്നിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. എങ്ങനെയാണെങ്കിലും നമ്മള് ടൈൽ ഒട്ടിക്കുന്നതിന് മുമ്പ് അളവെല്ലാം എടുത്ത് അത് നമ്മൾ ഇവിടെ ഓർഡർ തന്നാൽ നിങ്ങൾ വന്ന് വന്ന് സൈറ്റ് വിസിറ്റ് ചെയ്ത് മെഷർമെന്റ് എടുക്കും. അതിനുശേഷം എന്താണ് കസ്റ്റമർക്ക് വേണ്ടത് അന്ന് കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പൊ കേരളത്തിൽ എവിടെ നിങ്ങൾ എവിടെ ആണെങ്കിലും ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലായിടത്തും ഡീലേഴ്സ് ഉണ്ട്. സർവീസിംഗിൽ ഇപ്പൊ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാറണ്ടിയാണ്. നമ്മുടെ ലോക്സിന് വരുന്ന ലോക്കിനും സിലിണ്ടറിനും വരുന്ന വാറണ്ടി എന്ന് പറഞ്ഞാൽ 5 ഇയർ ആണ്. 5 ഇയറിനുള്ളിൽ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും നമ്മള് റീപ്ലേസ്മെന്റ് ആയിരിക്കും ചെയ്തു കൊടുക്കുക. ബാക്കി ഡോറിനും ഫ്രെയിമിനും മാനുഫാക്ചറിങ് ഐറ്റംസിനും എല്ലാത്തിനും ഇൻക്ലൂഡിംഗ് പെയിന്റിംഗ് ബീഡിംഗ് എല്ലാത്തിനും 2 ഇയർ വാറണ്ടിയാണ് വരുന്നത്. അതിനുശേഷം എല്ലാ ഇഷ്യൂസിനും നമ്മൾ സർവീസ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ ഇവിടുന്ന് ഒരു കസ്റ്റമർ കെയർ വിളിച്ച് പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്താൽ അവർ വന്നിട്ട് സർവീസ്. മെയിൻ ആയിട്ട് എല്ലാവരും ഈ ലോക്കിന്റെ കംപ്ലൈന്റ് ഒക്കെ പറയാറുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ അങ്ങനെയുള്ളതിനൊക്കെ ലോക്കിന് 5 ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി ഉണ്ട്. എന്ത് ഇഷ്യൂ വന്നു കഴിഞ്ഞാലും നമ്മൾ ലോക്ക് സിലിണ്ടർ ഉൾപ്പെടെ റീപ്ലേസ് ചെയ്യും, മാറ്റി തരും. അപ്പോൾ ഒരു വീട് വെക്കാൻ പോകുന്നവരെ സംബന്ധിച്ച് ജനറലായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഒരു ഡോർസ്, വിൻഡോസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഐലീഫിൻ്റെ ഷോറൂമിൽ വന്നിട്ടാണ് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾ ഷെയർ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച ഐലീഫ് അപർണയ്ക്ക് താങ്ക്സ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.